തവളക്കുഴി മണ്ഡലമാണ്. തവളക്കുഴി മണ്ഡലത്തിലെ നിലവിലെ MP എന്ന് പറയുന്നത് സുഗതനാണ്. അതെ അതെ. സുഗതന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്, വെറും 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ വെറും 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുഗതൻ എന്ന് പറയുന്ന MP പാർലമെന്റ് പോയത്. അതാ മറ്റോന്റെ ഗ്രൂപ്പുകാർ പാരവച്ചോണ്ട, അല്ലെങ്കിൽ ഞാൻ ഭൂരിപക്ഷത്തിൽ സുഗതന്റെ പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സുഗതനെ മണ്ഡലത്തിൽ കണ്ടവരുടെ ശതമാനം വെറും 10% പേർ മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ പൊട്ടൂന്ന്, ഇതിനൊക്കെ എന്തിനാ സർവേ? വെറുതെ അല്ല എന്നെ റൂം കൂട്ടിട്ട് പാല് കൊടുത്തപ്പോ കൈക്കെന്നെ കൊത്തിക്കോ. വളരെ ദയനീയമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് സുഗതന്റെ. വെറും 10% പേർ മാത്രമാണ് അദ്ദേഹത്തെ മണ്ഡലത്തിൽ കണ്ടിട്ടുള്ളത്, നാട്ടിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഇവനൊക്കെ ബോധിപ്പിക്കട്ടെ ഞാൻ വന്നു പോണത്. അല്ല അതൊരു പറഞ്ഞ നേരമല്ല കേട്ടോ അല്ലേ? അതെ, സുഗതനെ പാർലമെന്റിൽ കണ്ടവരുടെ ശതമാനമാണ് വെറും 1% മാത്രമാണ് സുഗതനെ പാർലമെന്റിൽ കണ്ടിട്ടുള്ളത്. അത്രയും പേര് കണ്ട അതൊരു പക്ഷേ അദ്ദേഹം പാർലമെന്റിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോയപ്പോഴായിരിക്കും. അന്ന് തെറ്റി. എന്താ ഈ പറയണേ? നമ്മള് ഡൽഹി തന്നെയല്ലേ? നാട്ടില് ജനിച്ച നാട്ടില് ഞാൻ വരുന്നില്ല, ഞാൻ ഡൽഹി തന്നെ പാർലമെന്റിൽ എത്ര വാതിലുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് പേടിച്ചിട്ട് പോകാതെ വഴി തെറ്റി പോയി 3-4 പ്രാവശ്യം പോയി. എന്തൊക്കെയാ ഒരു കാട്ടി കളിയാ എന്തോ കളിയാ എന്തെങ്കിലൊക്കെ പറഞ്ഞൂടാന്ന്. അടുത്തതായിട്ട് സുഗതൻ MP ആണ് എന്ന് പോലും അറിയാത്തവർ, എന്ന് വെച്ചാൽ സുഗതനെ മണ്ഡലത്തെ കണ്ടിട്ട് പോലും ഇല്ലാത്തവരുടെ ശതമാനമാണ് 75% പേർക്ക് ആ മണ്ഡലത്തിൽ സുഗതനെ അറിയുക പോലുമില്ല. സുഗതൻ MP ആണ് എന്നുള്ളത് അറിയുക പോലുമില്ല. ആ പറയണ കള്ള ജാതി ഉണ്ടല്ലോ, അവൻ മറ്റേ പാർട്ടിയുടെ ആളാവൻ. ചെറുപ്പം മുതൽ അവനായി ഇങ്ങോട്ട് പോവാ, പഠിപ്പിച്ചേരന്നെ സുഗതൻ ആരാന്ന്. അച്ഛന് പോലും MP ആണെന്ന് ഇപ്പോഴും. നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന്റെ വിജയ ശതമാനം എത്രയാണെന്ന് നോക്കാം. എത്രയാണ് അദ്ദേഹത്തിന്റെ വിജയ ശതമാനം? 8.17 ആണ് കാണിക്കുന്നത്. 8.17 ആണ് അദ്ദേഹത്തിന്റെ വിജയ ശതമാനം. അതിനർത്ഥം അദ്ദേഹം പൊട്ടുമെന്നല്ല, 8 നിലയിൽ കയറി പൊട്ടും. പൊട്ടും. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ പൊട്ടൂന്ന്, ഇതിനൊക്കെ എന്തിനാ സർവേ? എന്താണോ നിക്കട, കാലാകാലം മുഴുവൻ റൂമ് കിടക്കേണ്ടിയിരിക്കും കേട്ടോ. എന്തിത്തെ നിങ്ങൾ വേജാറാണ്ടിരിക്കുന്നേ. കോക്കനട്ട് ടിവിന്റെ പ്രീപോൾ സർവേ വരണ്ട, അപ്പൊ നമുക്ക് നോക്കാം. ഫിഷ് TV ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട, ഇവരിങ്ങനെ തന്നെയാണ്. പിന്നെ അല്ലാണ്ട് ഒക്കെ മാറി വരൂ, നിങ്ങൾ നോക്കിക്കോളി. എന്റെ പോയത് പോയി എങ്ങനെ തോക്കാതിരിക്കും? 18 വയസ്സായപ്പോഴത്തെ MP ആയതാണ്. ഇപ്പൊ എഴുന്നേറ്റ് പോകാൻ തൂറാൻ പറ്റാതെ വന്നപ്പോഴാണ് നാട്ടിൽ വന്നിട്ട് പിന്നെയും മത്സരിക്കണ. ഞാൻ നിക്കാന്ന് പറയാമേ, വെറുതെ കാശുകളെ കാലാകാലം പൂട്ടിയിടല്ലോ കേട്ടോ, പുറത്തിട്ട് ഒരു കാര്യമില്ല. ആ പ്രചരണത്തിന്റെ കാശ് വെച്ച് വല്ലതും മേടിച്ച് തിന്നച്ച. ടെൻഷൻ അടിക്കണ്ട, അച്ഛനൊന്ന് തോക്കണോ അല്ലെ മരിക്കണോ, അല്ലാതെ എനിക്ക് എവിടെ സീറ്റ് കിട്ടാൻ. ഞങ്ങള് പോട്ടെ. കൂടെ വീട്ടിലേക്കാണ് വൈകിപ്പോ ഇപ്പൊ ഇലക്ഷന്റെ വർക്ക് ആയതുകൊണ്ടേ. ഇത് റാണി എന്ന് പറഞ്ഞ കുട്ടിയല്ലേ? സ്തുതി. അതെ, മനസ്സിലായി. ഭാര്യ ഭർത്താവ് അതല്ലേ? അധികകാലേ ഭാര്യയും ഭർത്താവായിട്ട് ഇങ്ങനെ പോണ്ടി വരില്ല, പെട്ടിയിലാക്കി പോവും. മനസ്സിലാവോ? സാധാരണ പെട്ടിയല്ല, ശവപ്പെട്ടി, അതിലാക്കി പോണ്ടി വരും. മനസ്സിലാടാ? എന്താ പ്രശ്നം? പറഞ്ഞുതരാം. ചാനലുകൾക്ക് വേണ്ടി പ്രീപോൾ സർവേ നടത്തുന്ന ഏജൻസിന്റെ ആളല്ലേ? അതെ. ഫിഷ് TVക്ക് വേണ്ടി തവളക്കുഴി മണ്ഡലത്തില് സുഗതൻ 8 നില പൊട്ടെന്ന് പറഞ്ഞ ഈയല്ലേ? അത് പൊട്ടു ചേട്ടാ. വേണ്ട, കയ്യും കാലും ഉണ്ടല്ലോ. ആൾക്ക് ആളെ മനസ്സിലായത് ആരാന്ന്? ഇല്ല. ഞങ്ങളെ പാർട്ടിയിലെ കൊട്ടേഷൻ നമ്പർ 1 ഒറ്റ പെട്ടിന് 16 കഷ്ണാക്കും. വണ്ടി എന്നാ വണ്ടി? കോക്കനട്ട് ടിവിയുടെ അടുത്ത സർവേ നീയല്ലേ ചെയ്യുന്നത്? അതെ. അതിനകത്ത് ഞങ്ങളുടെ സുഗതേട്ടൻ ജയിക്കുന്നു വരണം. വരും. മനസ്സിലായോ? എന്ത് വരണം? സുഗതേട്ടൻ ജയിക്കും. ഇല്ലെങ്കിലേ കയ്യും കാലും തച്ച് ഞങ്ങൾ പൊട്ടിക്കും. വരുന്ന സുഗതേട്ടൻ ജയിക്കും. വരും. ജയിക്കണം. ചേട്ടാ
പേയ്മെന്റ് ഏജൻസി അല്ലേ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് പേയ്മെന്റ് വേണം പേയ്മെന്റ് ഞങ്ങൾ തരും. പക്ഷെ അത് വാങ്ങാനുള്ള കൈ എനക്കുണ്ടാവില്ല. മനസ്സിലായോ? എന്റെ കാലു വിട്ടോ സ്റ്റാർട്ടാവുന്നില്ല. ഞാൻ അടിക്കില്ലേ? എവിടെയാ? എന്ത് മനുഷ്യന്മാരായത്? അറിയില്ല ഓൻ്റെ സ്വഭാവം. ദേഷ്യം പിടിച്ചാൽ എന്നെ തന്നെ തല്ലിയ ആളാണ്. അമ്മ എവിടെ പോയേക്കാണ്? ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തത് തിന്ന് വയറ് ചീത്തായി. എന്തേലും വെച്ചുണ്ടാക്കി തരണ്ടേ? അമ്മനോട് വരാൻ പറ. ലോകകപ്പിൽ കളിക്കാൻ യോഗ്യതയുണ്ട്. എന്നോട് ഞാൻ പറഞ്ഞില്ലടാ, അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് പോയിരിക്കണ, ഒരാഴ്ച കഴിഞ്ഞേ വരൂന്ന്. മനുഷ്യന് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പൊ ഇത് ഭക്ഷണം കൂടുതൽ നേരത്തിന് പിന്നെന്താ? ഓർഡർ ചെയ്ത ഫുഡല്ലേ? ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് എത്ര ദിവസമായി? ഓ, അല്ലെങ്കിൽ പിന്നെ നീ അവിടെ ഡൽഹിയിൽ നീ വീട്ടിൽ വെച്ച ഭക്ഷണമാണല്ലോ കഴിക്കാറ്. 24 മണിക്കൂർ ഇതും കേട്ടിരിക്കുകയാണ്. നീ അവിടെ പോയി കിടക്കടാ. കിടന്ന് ശ്വാസം മുട്ടണമെന്ന് എനിക്ക്. നീ ശ്വാസം മുട്ടണം, ശ്വാസം മുട്ടി ചാവണം. അച്ഛൻ തുറന്നു വിട എന്നാ. ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും മേടിച്ചു തന്നോളാം. ഇലക്ഷൻ കഴിയട്ടെ. അച്ഛൻ്റെ ഫോണെങ്കിലും ഒന്നതാ, ഞാൻ അമ്മനെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. അങ്ങനെ ഇപ്പം നീ വിളിച്ച് സംസാരിക്കണ്ട. നിനക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അമ്മേനെ വിളിച്ചോളാം. നശിച്ച രാഷ്ട്രീയക്കാരന്റെ മോനായി പോയല്ലോ. എങ്കിലിരിപ്പ് പറയടാ. എടോ, ഇന്നലെ ടൗണിലെ പൊതുയോഗത്തിന് ആള് വളരെ കുറവായിരുന്നല്ലോ. അതൊക്കെ പോട്ടെ. നമ്മളെ വിഷ് ടി വി ഇല്ലേ, അവരോടൊക്കെ ഒന്ന് പോയി പണിയൊക്കെ പറയും. നമ്മളെ കോക്കനട്ട് ടിവിന്റെ പ്രീപോൾ സർവേ വന്നിട്ടുണ്ട്, കണ്ടോ? എങ്ങനെ കാണാൻ സമയം കിട്ടുന്നുണ്ട്? നോക്കി. എന്താ പറയുന്നു? ഞാനൊന്നും കാണാനുള്ള അതിന് മെനക്കെടുവോ? നമസ്കാരം. കോക്കനട്ട് ചാനലിന്റെ ലോക്സഭാ ഇലക്ഷൻ പ്രീപോൾ സർവേ ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, കോക്കനട്ട് ചാനലിന്റെ പ്രീപോൾ സർവേ ഫലം തന്നെയാണ് കഴിഞ്ഞ എല്ലാ ഇലക്ഷനുകളിലും ഇലക്ഷൻ റിസൾട്ടായിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ എംപിമാരായ പല സ്ഥാനാർത്ഥികളും ഇത്തവണയും ജനവിധി തേടി ഇറങ്ങിയിട്ടുണ്ട്. അവരുടെയൊക്കെ ജനസമ്മതിയും വിജയ സാധ്യതയും നമുക്കൊന്ന് പരിശോധിക്കാം. പാണ്ടിക്കുന്നിലെ TK ശിവാനന്ദനിലേക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രവർത്തികൾ, പാർലമെന്റിലെ പെർഫോമൻസ് ഇതെല്ലാം വളരെ മോശമാണ്. എന്ന് പറഞ്ഞ് അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒട്ടും പുറകിലേക്കല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയ സാധ്യത 5%. ജയിക്കാൻ ഒരു സാധ്യതയുമില്ല. നമുക്ക് തവളക്കുഴി മണ്ഡലത്തിലെ സുഗതന്റെ കാര്യമൊന്ന് നോക്കാം. TK ശിവാനന്ദന്റെ അപേക്ഷിച്ച് വളരെ നേർ വിപരീതമാണ് സുഗതന്റെ കാര്യം. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രവൃത്തികൾ, പാർലമെന്റിൽ ജനങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ അദ്ദേഹം സംസാരിച്ച് നേടിയെടുത്ത കാര്യങ്ങൾ, ജനങ്ങൾക്കിടയിലെ ജനസമ്മതി, ജനങ്ങൾക്കിടയിലേക്കാണ് അദ്ദേഹം ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നത്. അഴിമതി ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വലിയ കാര്യമാണ്. ഈ എല്ലാ മേഖലയിലെയും ശതമാനം വെച്ച് നോക്കുമ്പോൾ 101% വിജയ സാധ്യത സുഗതനോടൊപ്പം ഉണ്ടെന്ന് നമുക്ക് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. വെറും വിജയമല്ല, ഗംഭീര വിജയം സുഗതൻ ഈ ഇലക്ഷനിൽ കരസ്ഥമാക്കും. മറിമായം